വെളുത്ത അരി ഒരു വെളുത്ത വിഷമാണെന്ന് തന്നെ പറയാം. ഇതെന്താണ് ശരിക്കും തവിട് കളഞ്ഞ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. റിഫൈൻഡ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഷുഗറാണ്. ഈ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന മൊത്തം ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ അരി നമ്മൾ സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മുടെ കോശത്തിലോട്ട് ഗ്ലൂക്കോസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലൂക്കോസ് അകത്തെത്തണമെങ്കിൽ എന്ത് വേണം? ഇൻസുലിൻ വേണമെന്ന് പറഞ്ഞു. ഈ ഇൻസുലിൻ ഹൈ ആയിട്ട് നിന്ന് ഒരു ലിമിറ്റ് എത്തുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു കണ്ടീഷൻ എത്തും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹവും ഹാർട്ട് ഡിസീസും കൊളസ്ട്രോളും ഫാറ്റി ലിവർ, യൂറിക് ആസിഡ്, സ്ത്രീകളിൽ ഉണ്ടാവുന്ന PCOD, ഹോർമോണൽ ഇംബാലൻസ്, ഇൻഫെർട്ടിലിറ്റി, അൽഷീമേഴ്സ് ഡിസീസ്. ഇതെല്ലാം ഞാൻ അതിശോക്തി പറയുന്നതല്ല, പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുള്ളതാണ്. എല്ലാത്തിന്റെയും മെയിൻ കാരണമായി മാറിയിരിക്കുകയാണ് ഈ വെള്ളയരി. ഒരു സ്ലോ പോയിസൺ ആണ് നമ്മുടെ ശരീരത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും തവിട് കളയാത്ത ഈ ബ്രൗൺ റൈസ് ആണ് ഏറ്റവും നല്ല റൈസ്. നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ റൈസിലോട്ട് മാറുക.